എടാ 80 കാലഘട്ടങ്ങളിൽ പെൺകുട്ടികളുടെ ഒരാളൊന്ന് പ്രപ്പോസ് ചെയ്യുമ്പോൾ അവരുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? ഐ ലവ് യു എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ്. എനിക്ക് പേടിയാണ്. വീട്ടിലെ എന്താവുമെന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട്. അറിഞ്ഞൂടാ നീ വീട്ടിൽ പ്രശ്നമാവുന്നെങ്കിലോ, അതെനിക്ക് പേടിയാണ്. അയ്യോ ഇതൊന്നും പറ്റില്ല, വീട്ടിലൊക്കെ പ്രശ്നമാവും. അയ്യോ ഇല്ല ഇല്ല ഇതില്ല അങ്ങനെ പറയും. ഇതാരും അറിയാതെ നമുക്ക് കൊണ്ടുപോകാം. ഇല്ല പറ്റില്ല. അതൊന്നും വേണ്ട, എനിക്ക് പേടിയാ. അച്ഛനും അമ്മയൊക്കെ വഴക്ക് പറയും. അച്ഛനും അമ്മയും അറിയാതെ വേണ്ട ആൾക്കാരൊക്കെ എന്ത് പറയും? വേണ്ട, ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും, വീട്ടിലൊക്കെ പ്രശ്നമാവും. വേണ്ട, ആരും അറിയാതെ നമുക്ക് പ്രണയിച്ച എന്താ പ്രശ്നം? ഇല്ല എനിക്ക് പേടിയാ. വേണ്ട, എനിക്ക് പേടിയാ. ഞാൻ ലെറ്റർ ഇടാം. വേണ്ട അഡ്രസ്സ് വേണ്ട, എനിക്ക് പേടിയാ. വേണ്ട, ഇഷ്ടമാണ്. അയ്യോ ഇല്ല, എനിക്കിഷ്ടമല്ല, എനിക്ക് പേടിയാ. വേണ്ട. ചേട്ടാ ഇവിടെ നിന്ന് മറ്റു ചോദിക്കല്ലേ, ഇപ്പുറത്തടുത്ത ആൾക്കാരുണ്ട്, വീട്ടിൽ മാമന്മാരൊക്കെ ഉള്ളതാണ്. ഇവിടെ നിന്ന് വന്നിരിക്കല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് ചോദിക്കാൻ ഞാൻ ഇപ്പോൾ പോവുകയാണെന്ന്. അയ്യോ അച്ഛനും അമ്മയും പറയണതേ കേൾക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇഷ്ടമൊന്നുമില്ല ആരോടും? അയ്യോ ഇല്ല എനിക്ക് നല്ല പേടിയാണ്. ഞാൻ എങ്ങനെയെങ്കിലും അമ്മനെ അറിയാതെ പറഞ്ഞു പോകും. ഞാൻ ഇല്ല, അമ്മ അറിഞ്ഞാലും വളരെ പ്രശ്നമാണ്. അച്ഛനോട് ഒറ്റയടിക്ക് പറയും. അയ്യോ എന്നോടോ? വീട്ടിലെങ്ങാനും പറഞ്ഞാൽ ഇയാൾ എന്താ പറയുന്നത്? നാട്ടുകാരെങ്ങാനും പറഞ്ഞാൽ ഇയാൾ വീട്ടിൽ വന്ന് സംസാരിക്കൂ പ്ലീസ്. അയ്യോ എനിക്ക് പേടിയാ. പറയും പ്രണയം ഉണ്ടെന്ന് പറയും, ഇല്ലെന്ന് പറയും. ഇല്ലെന്ന് പറയും. ഉണ്ടെങ്കിലോ? എനിക്ക് അങ്ങനെ അതിനോട് താല്പര്യമില്ല. എനിക്ക് എൻ്റെ വീട്ടിലുള്ളവർ കണ്ടുപിടിച്ച് തരൂല്ലേ, എനിക്കത് മതി, അതാണ് നല്ലത്. അച്ഛൻ സമ്മതിക്കില്ല അങ്ങനത്തെ രീതി. ചേട്ടാ അമ്മയച്ഛനൊക്കെ എന്ത് പ്രശ്നമാണ്? എത്രയോ പെൺകുട്ടികളുണ്ട്, ചേട്ടൻ നല്ലൊരു പെൺകുട്ടി കിട്ടും. വീട്ടിലല്ലേ ചോദിക്കാനുള്ളത്, എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞോണ്ട് എനിക്ക് ഭയങ്കര നാണമാണ്. അയ്യോ എനിക്കത് എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും പറയരുത്. വീട്ടിലൊക്കെ അറിഞ്ഞ് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ 2024 ഒരാളൊന്ന് പ്രപ്പോസ് ചെയ്ത് ഐ ലവ് യു എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാം കേട്ടോ. ഇൻസ്റ്റാഗ്രാം ID ഒന്ന് തരാമോ? ഫോൺ നമ്പർ വേണ്ട, ഇൻസ്റ്റാഗ്രാം ID മതി. പിന്നെ എനിക്ക് കുറച്ച് ഇതുണ്ട്, കാഴ്ചപ്പാടുകൾ, അതൊക്കെ ആയിട്ട് മാച്ച് ആവണമെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ. ജോലി എന്താണ്? സാലറി എത്രയാണ്? അമ്മായിയമ്മയുണ്ടോ? അമ്മയുടെ സ്വഭാവം എങ്ങനെയാണ്? പ്രത്യേക സെറ്റിലൊക്കെ ആവണമെങ്കിൽ ഓക്കെ, കുഴപ്പമൊന്നും. ഞാൻ വല്ല ഉണ്ട്, അതിപ്പോൾ അറിഞ്ഞിട്ട് എന്തിനാണ്? എന്തേലും അറിഞ്ഞിട്ട് വല്ല നേടാനുണ്ടോ എന്ന് ചോദിക്കും. നോക്കാം, വർക്കൗട്ട് ആവുമോ നോക്കാം. നോക്കാം, ക്യാരക്ടർ നോക്കാം. ടൈം വേണ്ടേ? വർക്കൗട്ട് ആവുമോ നോക്കാം, സിങ്ക് ആവുമോ നോക്കാം, വൈബ് വരുമോ നോക്കാം, വൈബ് വരുമോ നോക്കാം. എനിക്ക് ഇപ്പം എനിക്ക് താല്പര്യമില്ല. ആൻഡ് ഒരു കാഷ്വൽ റിലേഷൻ ആണെങ്കിൽ ഓക്കെ, ആൻഡ് അതർവൈസ് ഐ എം നോട്ട് ഓക്കെ. കുഴപ്പമില്ലെങ്കിൽ നോക്കാം. ഇല്ല, എനിക്കിപ്പം താല്പര്യമില്ല. എനിക്ക് കുറേ ഡ്രീംസ് ഉണ്ട്, കുറേ എൻ്റെ പാഷനുണ്ട്. ഞാൻ അതിൻ്റെ പുറകെയൊക്കെയാണ്. എനിക്ക് റിലേഷൻഷിപ്പ് അതിനകത്തൊന്നും സമയം കളയാൻ എനിക്കില്ല. അതുകൊണ്ട് ഇപ്പം എനിക്ക് താല്പര്യമില്ല. സോറി, ഞാൻ കമ്മിറ്റഡാണ്. പ്ലീസ് ഇയാൾക്ക് നല്ലൊരു പെൺകുട്ടിയെ കിട്ടും, നോക്കൂ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. എനിക്ക് താല്പര്യമില്ല എന്ന് പറയും. താല്പര്യം ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും. അയ്യോ ചേട്ടാ, എനിക്ക് ഓൾറെഡി റിലേഷൻ ഉണ്ട്, ഞാൻ കമ്മിറ്റഡാണ് ചേട്ടാ, എനിക്ക് പറ്റില്ല. ഒന്നുണ്ടോന്ന് മതി. ഇപ്പോൾ 2024 ആണെങ്കിൽ ഉണ്ടെന്ന് പറയും. എത്ര? എനിക്ക് പറഞ്ഞല്ലോ, അതുണ്ടെന്ന് തന്നെ പറയും. അതായത് 80 കാലഘട്ടങ്ങളിൽ നമ്മൾ പോകുന്ന സമയത്ത് നാട്ടുകാർ ചോദിക്കത്തില്ലേ എവിടെ പോകുന്നു എന്നൊക്കെ ചോദിക്കത്തില്ലേ, അപ്പോൾ അവരോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് നിങ്ങൾ ആ സമയത്ത്? അയ്യോ ഞാൻ അവിടെ പോയിട്ട് വരാം, അങ്ങനെയായിരിക്കും. ഓക്കെ, 2024 പ്രസന്റ് ആണെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് വരും, അത്ര തന്നെ പറയും. അതവർ നോക്കേണ്ട കാര്യമില്ലല്ലോ, എനിക്ക് ചെലവിനായിരുന്നത് അവരല്ലല്ലോ, അത് എൻ്റെ വീട്ടുകാരല്ല. അപ്പോൾ എൻ്റെ വീട്ടുകാരറിഞ്ഞാൽ മതിയല്ലോ ഞാൻ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു. എൻ്റെ അടുത്ത് ഇരുന്നാലോ ഇപ്പോഴത്തേക്ക് എന്താ ലേറ്റ് ആയി പോയി എന്ന് ചോദിച്ചാൽ റീസൺ പറയും. നാളെ തൊട്ട് അങ്ങനെ നമ്മളെ വീട്ടിൽ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിടത്തും എത്താൻ പോകുന്നില്ല, അത് അമ്മയോട് പറഞ്ഞു കൊടുക്കും. അമ്മാവന്മാരാണെങ്കിലും അമ്മാവന്മാർ എന്തിനു നമ്മൾ ഇടപെടണം? അമ്മമാർക്ക് വലിയ സ്ഥാനമുണ്ടോ ഇപ്പോൾ? എന്നെ സംബന്ധിച്ചില്ല.